ഇന്നിപ്പോൾ ഒരു വെജിറ്റേറിയൻ ഊണാണ്. ഇന്നിപ്പോൾ നമുക്ക് മീനമാസം 1-ാം തീയതിയിലെ ഉച്ചയൂൺ വിഭവങ്ങളാണ്. മത്തൻ കറി വെച്ചത്, പിന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടി, മാങ്ങ ചമ്മന്തി, പിന്നെ സ്പെഷ്യലായിട്ട് സേമിയ പായസം. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇന്ന് പായസമൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ഉച്ചയൂണാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കറി വയ്ക്കാനുള്ളത് അതുപോലെ മെഴുക്ക് വരട്ടി, ചമ്മന്തിക്ക് ഉള്ള പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ട്. ആദ്യം തേങ്ങ ചിരവി ഇനി അത് അരച്ചെടുക്കണം. ചെറിയ ജീരകം ചേർത്തിട്ടാണ് ഇത് നമ്മൾ കറിക്കുള്ളതാണ്. മത്തൻ്റെ തേങ്ങ അരച്ചുള്ള കറിയാണ്. അപ്പോൾ അതൊക്കെ അവിടെ അരച്ച് വെച്ചു. ഇനി ഇതാ നമുക്ക് മത്തൻ, ഇതൊരു വലിയ മത്തൻ തന്നെയാണ്, അതിൻ്റെ ഒരു പകുതി കഷ്ണം എടുത്താണ്. അങ്ങനെ അത് തോലൊക്കെ ചെത്തി വൃത്തിയാക്കാം. ഇപ്പം ഇന്ന് മീനമാസം 1-ാം തീയതിയിലെ ഉച്ചയൂൺ വിശേഷങ്ങളാണ് നമുക്ക്. വെജിറ്റേറിയൻ ഊണ്. ഇപ്പോൾ മത്തൻ അതൊക്കെ കഴുകി കഴിഞ്ഞു, തോലത്തിലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നുറുക്കാം. ഇതിപ്പോൾ തേങ്ങ അരച്ച് ആണ് കറി വയ്ക്കുന്നത്. ഇന്ന് മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. അവന് കഷ്ണങ്ങളൊക്കെ നേരെ നമുക്ക് ചട്ടിയിലിടാം. ഇനി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് അത് ചേർക്കാം. പിന്നെ കുറച്ച് വെള്ളം അധികം വേണ്ട. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. മത്തനല്ലേ എളുപ്പമാവുമല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതാ അരച്ച് വെച്ചത് അത് ചേർക്കാം. പിന്നെ കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക് ഇത് താളിച്ച് ചേർക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ പാവയ്ക്ക മെഴുക്ക് വരട്ടി അത് നോക്കാം. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ചമ്മന്തിന്. അപ്പോൾ എല്ലാം കൂടി ഉള്ളതുകൊണ്ടൊക്കെ വേഗം അങ്ങനെ തീർക്കാം. നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. 2 ചെറിയ പാവയ്ക്ക അതാണ് എടുക്കുന്നത്. ഒക്കെ കഴുകി കഴിഞ്ഞതാണ്. ഇനി ഇതാ നമുക്ക് നുറുക്കാം ചെറുതാക്കി. അതിലേക്ക് പച്ചമുളക് കീറിയിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി അതും കൂടി അത് ചേർത്താൽ നല്ല സ്വാദാണ് ഈ പാവയ്ക്ക മെഴുക്ക് വരട്ടിക്ക്. അപ്പോൾ പയറാണെങ്കിലൊക്കെ നമ്മൾ ചേർക്കുമല്ലോ. ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ പാരാം. അപ്പോൾ പപ്പടം കാച്ചലുണ്ട്. പപ്പടം കുറച്ച് കാച്ചിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് വേണം മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ. ആ ചട്ടിയിൽ
ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം. അത് നല്ലപോലെ കുറഞ്ഞ വെള്ളത്തിൽ വേവിച്ച് വലിയിച്ചെടുത്തു. ഇനി നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഇനി ഒന്നുകൂടി വലിയിച്ചെടുക്കാം. മെഴുക്ക് വരട്ടിയായി. അതും ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഈ ഒരു ചെറിയ മാങ്ങ, അതുകൊണ്ട് നമുക്ക് മാങ്ങ ചമ്മന്തി. നാടൻ മാങ്ങയാണ്. പിന്നെ അതിലേക്കുള്ള തേങ്ങ ചിരവിയത്, പിന്നെ പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ മിക്സീൻ്റെ ജാറിലിടാം നമുക്ക്. പിന്നെ അതിലേക്ക് പച്ചക്കടുക്, ഉപ്പ് അത് ചേർത്ത് നമ്മൾ അരച്ചെടുത്തു ചമ്മന്തി. അപ്പോൾ നമ്മൾ എല്ലാം ഇവിടെ റെഡിയായി. പിന്നെ ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഉള്ളത് നമുക്ക് പായസമാണ്. പായസം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഊണ് കഴിക്കാം. അപ്പോൾ ഊണ് കഴിക്കായി. ഇനിയിപ്പോൾ അമ്മയ്ക്ക് മത്തൻ്റെ കറി കൊടുക്കാം. പായസം പിന്നെ ഊണ് കഴിക്കാനൊക്കെ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് പായസം ഉണ്ടാക്കി വെച്ചത്. സേമിയ പായസം പിന്നെ എളുപ്പമുണ്ടല്ലോ, അതാണ് ഇന്നതാക്കിയത്. ചമ്മന്തി, മെഴുക്ക് വരട്ടി, പപ്പടം കാച്ചിയത്, അതെല്ലാം ആയി. നല്ലൊരു വെജിറ്റേറിയൻ ഉച്ചയൂണ്. ഇനി ഇപ്പോൾ ഞാനും കഴിക്കട്ടെ. നമ്മൾ പായസം ഇവിടെ ഉണ്ട്. വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അധികമൊന്നുമില്ലത്. അപ്പം ഇനി ഏതായാലും അമ്മയ്ക്ക് പായസം കൊടുക്കാം. ഊണ് കഴിഞ്ഞ് പായസമാവാം. ഊണഴിക്കൽ കഴിഞ്ഞു. സേമിയ പായസം അമ്മയ്ക്ക് ഇഷ്ടമുള്ള പായസമാണ്. അപ്പോൾ അതിൽ ഇന്ന് 1-ാം തീയതി സേമിയ പായസമാക്കി. മറ്റേ ശർക്കര പായസമാണ് കൂടുതലുണ്ടാക്കൽ. ഇന്ന് സേമിയയാക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.